നമസ്കാരം. യുഎസുമായുള്ള ധാതു കരാറിൽ ധാരണയായെന്ന് യുക്രൈൻ. മുതിർന്ന യുക്രൈൻ ഉദ്യോഗസ്ഥനാണ് കരാറിൽ ധാരണയായ വിവരം അറിയിച്ചത്. ചില ഭേദഗതികളോടെ കരാറിൽ ധാരണയായെന്നാണ് യുക്രൈൻ അറിയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. യുക്രൈൻ്റെ ധാതു സമ്പത്തിന്റെ 50% അവകാശം അമേരിക്കയ്ക്ക് നൽകുന്നതാണ് കരാർ. ഈ ആഴ്ച തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടും. സുരക്ഷാ ഉറപ്പുകളോ ആയുധങ്ങളുടെ തുടർച്ചയായ കൈമാറ്റമോ കരാറിൽ ഇല്ലെന്നാണ് സൂചന. സ്വതന്ത്രവും പരമാധികാരവും സുരക്ഷിതവുമായ യുക്രൈനാണ് US ആഗ്രഹിക്കുന്നത്. ഭാവിയിലെ ആയുധ കയറ്റുമതി സംബന്ധിച്ച ചർച്ചകൾ തുടരുമെന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുക്രൈൻ്റെ പ്രകൃതി സമ്പത്തിൽ $50 ബില്യൺ അവകാശം ചോദിച്ചിരുന്ന US നിലപാടിൽ പ്രതിഷേധിച്ച് ധാതു കരാറിൻ്റെ മുൻ കരടിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചിരുന്നു. US പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്ന് വളരെ കുറച്ച് ലഭിച്ചുള്ളൂവെന്നും യുക്രൈൻ ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിൽ ഇല്ലെന്നും അറിയിച്ചാണ് കരാറിൽ നിന്നും പിന്മാറിയത്. പുതുക്കിയ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക. ധാതുക്കൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ ഖനനത്തിനും മറ്റുമായി USഉം യുക്രൈനും പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ട് രൂപീകരിക്കും. അടുത്തയാഴ്ച വ്ളാഡിമിർ സെലൻസ്കി വാഷിംഗ്ടണും സന്ദർശിക്കുമെന്നും യുക്രൈൻ ആവശ്യപ്പെടുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ അടങ്ങുന്ന കരാറിൽ ഇരുഭാഗവും ഒപ്പുവെക്കുമെന്നും ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു. ഇക്കാര്യമാണ് സെലൻസ്കിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. യുക്രൈൻ റഷ്യ സമാധാന കരാറിലേക്ക് ആഴ്ചകളുടെ ദൂരം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇമ്മാനുവൽ മാക്രോണും ഇത് ആവർത്തിച്ചു. അമേരിക്കയുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്നാണ് ധാതു കരാറിനെ മാക്രോൺ വിശേഷിപ്പിച്ചത്. ആണവ, പ്രതിരോധ, വ്യോമയാന മേഖലകളിൽ നിർണായകമായ ധാതുക്കളുടെ ശേഖരമുള്ള രാജ്യമാണ് യുക്രൈൻ. ഈ ധാതു സമ്പത്തിന്റെ 50% അമേരിക്കയ്ക്ക് നൽകുന്നതിന് $500 ബില്യൺ കരാറാണ് ട്രംപ് ആദ്യം മുന്നോട്ട് വെച്ചത്. യുക്രൈന് നൽകി വരുന്ന ആയുധ സാമ്പത്തിക സഹായത്തിന് പകരമായിരുന്നു കരാർ. എന്നാൽ യുദ്ധാനന്തരം സൈനിക സഹായം ഉറപ്പ് നൽകണമെന്ന യുക്രൈൻ്റെ ആവശ്യം പരാമർശിക്കാതെ കരാർ അംഗീകരിക്കില്ലെന്നായിരുന്നു നേരത്തെ സെലൻസ്കി വ്യക്തമാക്കിയത്. തുടർന്ന് യുക്രൈനെ മാറ്റി നിർത്തി റഷ്യ US ഉഭയകക്ഷി ചർച്ചകൾ സമാന്തരമായി ആരംഭിക്കുക കൂടി ചെയ്തതോടെ ഇരു നേതാക്കളും തമ്മിലെ അസ്വാരസ്യവും പരസ്യമായി വാക്പോരിൽ വരെ എത്തിയിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത്. യുക്രൈൻ്റെ ധാതു സമ്പത്തിൽ $50 ബില്യൺ അവകാശമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ സുപ്രധാനം എന്ന് തിരിച്ചറിഞ്ഞ 34 ധാതുക്കളിൽ 22 എണ്ണത്തിൻ്റെയും വൻതോതിലുള്ള നിക്ഷേപം യുക്രൈനിലുണ്ട്. അവയിൽ വ്യാവസായിക നിർമ്മാണ വസ്തുക്കൾ, ഫെറോ അലോയ്, വിലയേറിയ നോൺ ഫെറസ് ലോഹങ്ങൾ, ചില അപൂർവ മൂലകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററികളിലെയും ആണവ റിയാക്ടറുകളിലെയും പ്രധാന ഘടകമായ ഗ്രാഫൈറ്റിന്റെ കരുതൽ ശേഖരവും യുക്രൈനുണ്ട്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ രാജ്യങ്ങൾക്ക് പങ്കുവഹിക്കാനാകുമെന്നും താൻ അതിലൊരു തെറ്റും കാണുന്നില്ലെന്നും പുടിൻ വ്യക്തമാക്കി. നിലവിൽ അമേരിക്ക യുക്രൈനിൽ നിന്ന് അകലുന്ന സാഹചര്യവും എന്നാൽ യുക്രൈനെ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഈ പ്രതികരണം. കഴിഞ്ഞ ദിവസമാണ് റഷ്യ യുക്രൈൻ യുദ്ധം 3ാം വർഷത്തിലേക്ക് കടന്നത്. ആക്രമണങ്ങളും പ്രതിരോധവും പ്രത്യാക്രമണങ്ങളുമായി യുദ്ധം ഇപ്പോഴും തുടരുന്നു. 3ാം വാർഷിക തലേന്ന് ഇത്രനാളും കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് യുക്രൈന് നേരെ റഷ്യ നടത്തിയത്. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിലേക്ക് ഏകപക്ഷീയ ആക്രമണം ആരംഭിച്ചത്. യുദ്ധം ആരംഭിക്കുമ്പോൾ യുക്രൈനെ അതിവേഗം കീഴ്പ്പെടുത്താമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കരുതിയിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധമായി ഇത് മാറി.